കൊല്ലം കൊട്ടിയം പറക്കുളത്ത് ദേശീയപാതയിൽ വിള്ളൽ ഉൾപ്പെടെ കണ്ടതിനെ തുടർന്ന് പണി നിർത്തിവെച്ചിരുന്നു. ആ പണികൾ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്തൊക്കെ തന്നെ വിള്ളലായിരുന്നു. ഇവിടമൊക്കെ വലിയ തോതിൽ കുഴിച്ചാണ് ഇപ്പോൾ വീണ്ടും അറ്റകുറ്റപ്പണി ഒക്കെ പുനരാരംഭിച്ചിരിക്കുന്നത്. മുമ്പ് കളക്ടർ ഉൾപ്പെടെ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ താൽക്കാലികമായി പണി നിർത്തിവെക്കാൻ ഒരു നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. കാരണം ഈ ഒരു പണി ഇങ്ങനെ നടത്തുന്നത് ഇപ്പോൾ ഉണ്ടായ വിള്ളലുകളും മറ്റും മറയ്ക്കുന്നതിന് വേണ്ടിയാണ്. വലിയ അപകടങ്ങൾ ഭാവിയിൽ ഇതുമൂലം ഉണ്ടാവുമെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. അവർ വലിയ തോതിലൊരു പ്രതിഷേധം ഈ അറ്റകുറ്റപ്പണിക്കെതിരെ ഇവിടെ കഴിഞ്ഞ കുറച്ച് സമയമായി നടത്തുന്നുണ്ട്. ചേട്ടാ, ഇത് നിർത്തിവെക്കാനുള്ളൊരു നിർദ്ദേശമൊക്കെ യോഗത്തിലുണ്ടായിരുന്ന മനസ്സിലാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ അറ്റകുറ്റപ്പണിയൊക്കെ വീണ്ടും ആരംഭിച്ചത് എന്താണ്? ഇതിൻ്റെ സമരസമിതി ചെയർമാനാണ് നാസർ കുഴുവല്. നമ്മൾ നിരന്തരമായി സ്ക്രാച്ചും വിള്ളലും രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ NHAയുടെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ ഒത്തിരി അധികാരികളെ സമീപിക്കുകയും ഒരുപാട് സമരപുറവുകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച കളക്ടർ ചേംബറിൽ എല്ലാ സമരസമിതി നേതാക്കന്മാരെയും വിളിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ MP-മാർ MLA-മാർ കളക്ടർ മറ്റുള്ള NHA ഉദ്യോഗസ്ഥന്മാർ ആഴ്ചയുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു മീറ്റിംഗ് കളക്ടർ വിളിച്ചുകൂട്ടുകയും എന്നാൽ കളക്ടർ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഈ പറയുന്ന തീരുമാനങ്ങൾ ഇതിന്റെ ഈ അശാസ്ത്രീയത ഇത്തരം അശാസ്ത്രീയതയ്ക്ക് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. നമുക്ക് ഈ ചർച്ച പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനം ആ നടന്ന ചർച്ചയ്ക്കകത്തും ഇവിടെ MP-മാരും MLA-മാരും കളക്ടറും വന്ന് ഇവിടെ ഈ സ്പോട്ട് കാണുകയും ഇതിന്റെ അശാസ്ത്രീയത അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനം ഇപ്പൊ എന്തിനാണ് പെട്ടെന്ന് ഈ കീറി മുറിക്കുന്നത്? എന്തിനാണെന്നാ തോന്നുന്നത് നിങ്ങൾക്ക്? ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പണി നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പൊ എന്തിനാണ് ഈ കീറി മുറിക്കുന്നത്? ഇന്ന് രാവിലെ നമ്മളോട് ആരുടെ പറയാതെ ഇത് എന്ത് നടപടിയാണെന്ന് അറിയത്തില്ല. ഈ വിള്ളൽ നിങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുന്ന വിള്ളൽ കുറച്ച് തോണ്ടി മാറ്റിക്കൊണ്ട് ഇവിടെ ഒരു ദ്വാരം അടയ്ക്കുന്ന മെത്തേഡാണ് ഇവർ ചെയ്യുന്നത്. ശിവാലയം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഗുണ്ടായിസം എന്നുള്ള രീതിയിൽ ഓർഡർ ചോദിച്ചാൽ ഓർഡറില്ല, അവരുടെ കയ്യിൽ പേപ്പറുകളില്ല, ഒരു മേലധികാരികളും ഇവിടെ വന്നിട്ടില്ല. അവർ കുറച്ച് പോലീസിനെ മാത്രം കൊണ്ടുവന്നുകൊണ്ട് ശിവാലയ കമ്പനി ഈ നടപടിയെ നമ്മളെന്താ എങ്ങനെയൊക്കെ പ്രതിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പോരായ്മ അവിടെ വീശി കാണിക്കുക, നേരിൽ കാണിക്കുക. അതോടൊപ്പം ജനപ്രതികളായിട്ടുള്ള MLA-മാർ MP-മാർ വീണ്ടും ഇവിടെ വരിക, അവരെ വരുത്തുക. ഇതിൻ്റെ ഒരു തീർപ്പ് കൽപ്പിക്കുന്നിടം വരെ ഈ സമരമുറയുമായി മുന്നോട്ട് പോകാനാണ് ഇതിനകത്ത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഭാവിയിൽ ഈ നിർമ്മാണം ഇതേ രീതിയിൽ തുടർന്ന് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിലുള്ള യാത്ര ഇനി വരാൻ പോകുന്ന മഴക്കാലത്ത് ഈ റോഡിൽ എന്തെങ്കിലും അപാകത വന്നാൽ, ജീവൻ പൊലിയുകയോ മറ്റും ചെയ്തു വന്നാൽ ആ ജീവൻ പൊലിയുന്നവർക്കുള്ള ജീവനാംശം വരെ കൊടുക്കേണ്ടത് ഞങ്ങളെ നികുതിപ്പണത്തിൽ നിന്നാണ്. അന്നേരം അത് ഇനി ഉണ്ടാവാനും ഇനിയൊരു ദുരന്ത ഭൂമിയായി കേരളം മാറാതിരിക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സമരം ഇതിൻ്റെ പൂർണ്ണതയിലെത്തും വരെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ ദേശീയപാതയിൽ വലിയ തോതിൽ ഇത്തരത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. കൊല്ലത്ത് തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ വലിയ ദേശീയപാത നിർമ്മാണം നടക്കുന്ന പലയിടങ്ങളിലും വലിയ പ്രശ്നങ്ങളുണ്ടായി. നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ ഈ കമ്പി ഇങ്ങനെ ഇറങ്ങുന്ന അളവിൽ വലിയ തോതിൽ വിള്ളലുണ്ട്. ഇതിങ്ങനെ കാണാം. ഇത്രയും പാടി ടാറിന് മുകളിൽ ഉണ്ടായിരുന്നു. ഇവിടെയാണിപ്പോൾ എന്തായാലും പൊളിച്ച് ഒരു അറ്റകുറ്റപ്പണി നടത്താനുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. മുമ്പ് ഇത്തരത്തിൽ വിള്ളൽ കണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദേശീയപാതയുടെ നിർത്തിവെക്കാൻ കളക്ടർ ഉൾപ്പെടെ യോഗം ചേർന്ന് തീരുമാനിച്ചു എന്നാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഈ അറ്റകുറ്റപ്പണി വീണ്ടും ഈ കരാർ കമ്പനി ആരംഭിച്ചെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാർ എന്തായാലും ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഈ പണി തുടർന്നാൽ പുതിയ സമരമുറകളിൽ പ്രതിഷേധം തുടരാനാണ് ഈ നാട്ടുകാരുടെയൊക്കെ തന്നെ ഒരു തീരുമാനം. നിരവധി ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ അങ്ങോട്ട് കാണാം. ഇത്രയും ഭാഗം ഇങ്ങനെ ആകെ പൊളിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തൊക്കെ തന്നെ വിള്ളലുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. എന്തായാലും വലിയ ആശങ്കയാണ്. ഇങ്ങനെ ദേശീയപാതയിലൊക്കെ നിരന്തരം വിള്ളലുകൾ വരുമ്പോൾ അത് നാട്ടുകാരെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയൊരു ആശങ്കയാണ് ഉണ്ടാകുന്ന. അക്കാര്യത്തിൽ കൃത്യമായൊരു പരിഹാരമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.